അപ്പോൾ ഗൈസ് ഇന്ന് വന്നിട്ട് ഒരു CS റാങ്ക്ഡ് ഗെയിം പ്ലേ ആണ് ഫ്രീ ഫയറിൻ്റെ. കുറേ ദിവസമായി ഞാൻ ഫ്രീ ഫയറിൻ്റെ ഗെയിം പ്ലേസൊക്കെ ഇടണം വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ അറിയാതെ റെക്കോർഡ് ചെയ്ത് വെച്ച് വീഡിയോ ഇടുന്നത്. കുറേ വീഡിയോസ് ഞാൻ അറിയാതെ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ അതിലൊന്നെടുത്ത് ഞാൻ വീഡിയോ ഇടുകയാണ്. കുഴപ്പമില്ലാത്ത വീഡിയോ. ആദ്യത്തെ റൗണ്ടിൽ തന്നെ ഞാൻ ഒരു ഗണ്ണ് കൊടുക്കാറില്ല. കാരണം ആദ്യത്തെ റൗണ്ടിൽ ആ 500 ഉറുപ്പ്യയും കൂടി കൂട്ടിയിട്ട് അടുത്ത റൗണ്ടിൽ നമുക്ക് 1600 ഉറുപ്പ്യ ആയിട്ട് കിട്ടും നമ്മൾ തോക്കുകയാണെങ്കിൽ. അപ്പോൾ മറ്റൊരൊക്കെ മണ്ടന്മാരായി ഗണ്ണെടുക്കുകയാണെങ്കിൽ നമ്മൾ ബുദ്ധിക്ക് കളിക്കണം. ഓക്കെ, കാരണം എനിക്ക് വലുതായിട്ടൊന്നും ഫ്രീ ഫയർ കളിക്കാൻ വെച്ചില്ല. കാരണം 4 കൊല്ലമായിട്ട് മുന്നേ കളിച്ചാണ്. പിന്നെ കുറച്ച് ദിവസം കുറേ ഏതെങ്കിലും വെക്കേഷനിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കയറ്റും, അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യും. വലുതായിട്ട് കളിക്കാനൊന്നും വെച്ചില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെ ബോംബൊക്കെ എടുത്ത് ഇങ്ങനെ ഞാൻ പോകുന്നുണ്ട്. എൻ്റെ വേറെ കണ്ണൊന്നുമില്ല, ബോംബൊക്കെ അവിടെ നിന്ന് കിട്ടിയിരുന്നു. ബോംബ് ഞാൻ കുക്ക് ചെയ്ത് എറിയാൻ നിൽക്കുകയാണ്, പക്ഷെ നീങ്ങില്ല. എൻ്റെ ഫോണിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ മറ്റേ 2 സ്ഥലം കൂടി ഒപ്പരം നീങ്ങില്ല. അങ്ങനത്തെ പല കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ഗണ്ണിൻ്റെ പേരെന്താ G8 USP വെച്ചിട്ട് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുത്ത താനങ്ങാതെ നിൽക്കുന്നത്. എനിക്ക് ഫുൾ അഡ്വാൻറ്റേജ് ആണ്. ആദ്യത്തെ റൗണ്ട് തന്നെ ഒരു ഗണ്ണ് എടുക്കാനായിട്ടും. അപ്പോൾ അവനെ കൊന്ന് തള്ളാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അവിടെ വെടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാക്കി കൈകൊണ്ട് അടിച്ചുകൊണ്ട് കൊന്നാൽ മതി. അപ്പോൾ ഓൻ്റെ എനിക്കൊരു M500 ഇട്ടിട്ടുണ്ട്. അതും വെച്ച് കളിക്കുക വെച്ച് മാസിട്ട് കളിക്കുക വെച്ചാൽ അപ്പോൾ നമ്മുടെ ടീമേറ്റ്സ് മൊത്തം ചത്തിട്ടുണ്ട്. വേറെ ഓരോ ടീമിൽ ആകെ 2 ആൾക്കാരുള്ളൂ. ഞാൻ അപ്പോൾ ഇവിടെ പോയിട്ട് ഇവിടെ കവർ എടുക്കുക വെച്ചിട്ട് ഞാൻ നോക്കുമ്പോണ്ട് ഒരുത്ത അരിവാളൊക്കെ ആയിട്ട് വരുന്നത്, ഒരു വലിയ അരിവാളായിട്ട് വരുന്നത്. ഇവനാണ് വെട്ടോട് വിട്ട് കൊന്ന് തള്ളിയിട്ടും വെട്ട് നിർത്തുന്നില്ല. അങ്ങനെയൊക്കെ ഒരു ടീമാണ് ഇവർ. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ആദ്യത്തെ റൗണ്ട് തന്നെ അവർ ജയിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് പിടിക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ രണ്ടാമത്തെ റൗണ്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ തോറ്റോണ്ട് തന്നെ ഫസ്റ്റത്തെ പൈസയും കൂട്ടിയിട്ട് കുറേ പൈസയ്ക്ക് കിട്ടിയിട്ടുണ്ട്. F-coin അങ്ങനെ ഞാൻ M10 വാങ്ങിയിട്ടുണ്ട്. എന്താണ് അതിൻ്റെ പേര്, Mac 10 വാങ്ങിയിട്ടുണ്ട്. Mac 10ഉം പിന്നെ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ട്. 200 കൂൺ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഏതാണ് ക്യാരക്ടർ, മറ്റേത് ഓറിയോൺ ആണ് ക്യാരക്ടർ. അതിനോട് തന്നെ കൂണിൻ്റെ ആവശ്യമുണ്ട്. കൂനൊന്നും അധികം കിട്ടിയില്ല, ആകെ 200 കൂനേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ കുഴപ്പമില്ലാത്ത ഇവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ഇടുക. ഇപ്പോൾ ഇത് വോയിസ് ഓവർ കൊടുക്കണോ അതോ വെറുതെ ഈ ഗെയിം പ്ലാൻ്റെ വീഡിയോ മാത്രം വെച്ചാൽ ആദ്യം നിങ്ങളൊന്ന് കമൻറ്റ് ഇടുക. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണതാണ്. അപ്പോൾ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കണതാണ് Mac 10 കൊടുത്തിട്ട്. അപ്പോൾ ഒരു എനിമിനും കാണാനില്ല. അവിടെ ഇതൊക്കെ എങ്ങനെയാണ് അടിക്കുന്നത്, സ്കോപ്പ് വെച്ചാണ് ഞാൻ അടിക്കല്. കാരണം എൻ്റെ എയിം കയറില്ല, അത്രയൊരു പ്രശ്നങ്ങളുണ്ട് എൻ്റെ. എന്താ അറിയില്ല, എയിം കറക്റ്റായിട്ട് ലോക്കാവില്ല. ഫോണിൻ്റെ കുഴപ്പമാണോ എന്തോ ആണ്. അങ്ങനെ ആ കില്ലങ്ങ് ഫിനിഷ് ചെയ്യാൻ വെച്ചപ്പോൾ വേറെ കില്ലാണ് ഫിനിഷ് ആയത്. എനിക്ക് നല്ലൊരു ഡാമേജാണ് ഇങ്ങോട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് ചെയ്തതെന്ന് ഓർമ്മ ഉണ്ടാവില്ല. ഇത് 2 ആഴ്ച മുന്നേ കളിച്ചാൽ 2 ആഴ്ചയില്ല, കുറച്ച് സൈഡുകൾ കയറ്റിയിട്ട് ഏകദേശം 3 സെറ്റ് മുന്നേ ഗെയിം കളിച്ചാണ്. അപ്പോൾ ഈ വീഡിയോക്ക് ഒരു 100 ലൈക്ക് ഇട്ടാണെങ്കിൽ നമ്മൾ പിന്നെ ഫ്രീ ഫയറിൻ്റെ വീഡിയോസിൻ്റെ ഗെയിം പ്ലേ ഇടുന്നതായിരിക്കും. എൻ്റെ ഗെയിം പ്ലേ ഒന്നും തീരെ രസമില്ല, പക്ഷേ വെറുതെ ഇടുന്നതാണ്. എനിക്കൊരു ഹരം മൂത്തിട്ട് ഇടുന്നതാണ് വീഡിയോ ഇടേണ്ട ഒരു ആവശ്യമില്ല, കാരണം എനിക്ക് കളിക്കാനൊന്നും വെച്ചില്ല. അപ്പോൾ നിങ്ങൾക്ക് ID ഒക്കെ വേണമെങ്കിൽ ID ഒക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്നും ഗിഫ്റ്റ് അയക്കണമെന്നൊന്നുമില്ല, വേണ്ട ഗിഫ്റ്റ്. കാരണം ഞാൻ അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യും, പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടും. അങ്ങനെ 2 കില്ലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സെക്കൻഡ് കളി നമ്മൾ പിടിച്ചിട്ടുണ്ട്, റിവെഞ്ച് എടുത്ത് പിടിച്ചിട്ടുണ്ട്. എന്തായാലും അപ്പോൾ 1-1 ഇപ്പോൾ കളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും സപ്പോർട്ടൊക്കെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പോൾ മൂന്നാമത്തെ റൗണ്ടിൽ എന്താണ് എടുക്കുന്നത് നമുക്ക് കണ്ടറിയാം. ഒരു P90 പിന്നെ ഒരു ലോങ് റേഞ്ച് ഗണ്ണാണെന്നാണ് തോന്നുന്നത്. അതൊക്കെ ഏതൊക്കെ ഗണ്ണാണ് എനിക്ക് അതിൻ്റെ പേരൊന്നും അറിഞ്ഞൂടാ. ആകെ കുറച്ച് പേരൊക്കെ അറിയുള്ളൂ. UMP, P90, MP40, M187 അങ്ങനത്തെ കുറച്ച് പേരൊക്കെ അറിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഓടാനുണ്ട്. തലേൻ്റെ മുകളിലൊക്കെ ആ സാധനം വരുമ്പോൾ ഭയങ്കര രസമാണ് കാണാൻ. എന്താ പറഞ്ഞാൽ 2 കില്ലെടുത്തപ്പോൾ തന്നെ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഓസിക്കിട്ട കില്ലാണ് ലാസ്റ്റത്തേക്ക്. എന്തായാലും ആറ്റിറ്റ്യൂട്ട് പോകണാണ് ആ കാണുന്നത്. എന്തായാലും കില്ലെടുക്കാൻ ഈ സ്കോപ്പ് വെച്ചിട്ടല്ലാതെ ഞാൻ അങ്ങനെ ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്യാറില്ല. സ്കോപ്പ് വെച്ചാൽ എയിമാവുള്ളൂ. അങ്ങനെ ഞാൻ എപ്പോഴും ഏത് റൗണ്ടിലാണെങ്കിലും ഞാൻ ഇവിടേക്കാണ് വരല്. ഒരു ലോക്കൊക്കെ ഇട്ടിട്ടുണ്ട്. ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടും കൂടിയില്ല. എവിടെ നിന്നൊക്കെയോ അടിച്ച് വിടുന്നു, പടച്ച് വിട്ടെന്നല്ല എവിടെ നിന്ന്. ഇപ്പോൾ നല്ലൊരു നല്ലൊരു ഡാമേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഉണ്ടോ, ഇത് എവിടെ നിന്നൊന്നും ഞാൻ ഇതുവരെ കണ്ടില്ല. പിന്നെയും എന്നിട്ട് ഓടണം, ഓറിയിട്ടാൽ എനിക്കെന്താണെന്നല്ല, ഈ എബിലിറ്റി ഇടാൻ ഭയങ്കര മടിയാണ്. ഇങ്ങനെ ശേഖരിച്ച് വെക്കണം എനിക്ക് എബിലിറ്റീസൊക്കെ. എത്ര എബിലിറ്റീസ് ഉണ്ടെങ്കിൽ ഞാൻ ഇടൂല, കാരണം ലാസ്റ്റ് കിട്ടുക. അപ്പോൾ ഇന്ത്യയിൽ തന്നെ 2 തീ അതൊക്കെ ഉണ്ട്, ബോൺഫയർ അതൊക്കെ ഉണ്ട്. എന്നിട്ട് ഞാൻ എബിലിറ്റി അതൊന്നും ഇടൂല ഒരിക്കലും. കാരണം ഇങ്ങനെ ശേഖരിച്ച് വെക്കണ പണിയാണ് എനിക്ക്. മണ്ടറായിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. ഇനി എന്തായാലും എബിലിറ്റീസൊക്കെ അറിഞ്ഞിടണം. അപ്പോൾ എന്തായാലും ID കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് വെറുതെ റിക്വസ്റ്റ് ഇടുകയാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും. പിന്നെ ഇപ്പോൾ രണ്ടാമത്തെ റൗണ്ട് നമ്മൾ തന്നെ പിടിച്ചിട്ടുണ്ട്. ഒറ്റ മൈൻഡ് ഏത് അപ്പോൾ എന്തായാലും മൂന്നാമത്തെ റൗണ്ടിലേക്കാണ് ഇറങ്ങിക്കൊണ്ട് MP40 എടുത്തിട്ടുണ്ട്. P90 മാറ്റിയിട്ട് MP40 മാസിട്ട് സീനാണ്. ഇതിനോണ്ടൊക്കെ എങ്ങനെയാടാ എന്താടാ തുടങ്ങാത്ത ഇത് ഇങ്ങനെ. അപ്പോൾ എന്തായാലും ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കാനാണ് കാണുന്നത്. അപ്പോൾ ആ പായണേൻ്റെ ഇടയിലൊക്കെ എല്ലാവരും ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തോളുക. റോഡ് ടു 2K ആണ് സബ്സ്ക്രൈബേഴ്സ്.
ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു എനിമീനെ കാണാനുള്ള ചാൻസാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ കണ്ടെന്നാണ് തോന്നുന്നത്. എനിക്ക് ഓരോ CS ഓരോ പ്രത്യേക സ്ഥലങ്ങളുണ്ട്, അതിൽ മാത്രമേ ഞാൻ പോകുള്ളൂ. അപ്പോൾ അത് എനിമി ആദ്യമായിട്ടെങ്കിലും ഓരോ എബിലിറ്റി ഇട്ടല്ലോ. ഇതുവരെ ഗെയിമിലൊന്നും ഇട്ടില്ല എന്ന് തോന്നുന്നത്. ഇതിപ്പോൾ 3ാമത്തെ റൗണ്ട് ഇട്ടായി. എന്നിട്ട് ഇപ്പോഴാണ് അങ്ങനെ ഓനെ കൊന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കളി കഴിഞ്ഞില്ല. മറ്റോലൊക്കെ ബാക്കിയുള്ളവരൊക്കെ തീർത്തിട്ടുണ്ട്. അങ്ങനെ 3ാമത്തെ റൗണ്ടും നമ്മൾ തന്നെ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ 3-1 കളി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലീഡ് നോക്കുകയാണെങ്കിൽ ഞാൻ തന്നെയാണ് 5 കിലോ എടുത്ത് മുന്നിലിരിക്കുന്നത്. ഗോട്ട്മാൻ 2020K. അതിപ്പോൾ 2020 ഇട്ട പേരാണ്. അപ്പോൾ ആ പേര് ഞാൻ അന്ന് ഏതോ ഒരു വൈബിലിട്ടതാണ്. പിന്നെ അങ്ങനെ കളിക്കലൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് കയറ്റിയിട്ടുള്ളത്. നൂബ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഒരു നൂബിൻ്റെ രോദനം, നൂബിൻ്റെ ഗെയിം പ്ലേ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തേലൊക്കെ ആവട്ടെ മച്ചാനെ, നമ്മളെക്കൊണ്ട് കഴിയുന്നില്ല, നമ്മളെക്കൊണ്ട് അങ്ങനെ മാത്രമേ ഉള്ളൂ. എന്തായാലും ഒരുത്തനതാ മറ്റേ സ്പീഡുള്ള ചെങ്ങേൻ്റെ ഓട്ടൊക്കെ ഇട്ട് ഓടുന്നു. വലിയ കാര്യമൊന്നുമില്ല. ഞാൻ അവൻ്റെ അടുത്തെത്തി. ഇവ എന്താണെന്നറിയാം ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഞാൻ മാസ് ഇട്ടിട്ട് ഹെയ്സ് അടിക്കാൻ വേണ്ടി പോയാണ്. 4 കില്ലൊക്കെ ഒപ്പര എടുക്കാൻ വേണ്ടിയിട്ട്. ബോംബ് കയറിയിട്ട് ഒരു ഡാമേജ് ഒന്നും കിട്ടിയില്ല. പക്ഷേ MP40 ഇട്ട് കുത്തി പിടിച്ച് കൊന്നിട്ടുണ്ട്. ഒരുത്തനെ ലോക്കാക്കിയിട്ടുണ്ട്. മറ്റും ബോട്ടാണെന്ന് തോന്നുന്നത്. നേരെ പോയിട്ട് അവൻ്റെ അടുത്ത് പോയി റിവൈവ് എടുക്കണം. അപ്പോൾ ഓനും അടിച്ച് ഉറക്കിയിട്ടുണ്ട്, ലോക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരുത്തനും കൂടി കാണും. ഇപ്പോൾ ഒരുത്തൻ പുറത്തേക്ക് ചാടി വരും. പക്ഷേ ഓനെ ഞാൻ അസിസ്റ്റാണ് കൊടുത്തത്, വേറെ ആൾ എടുത്ത് അത്, അല്ലെങ്കിൽ എയ്സ് എടുക്കേണ്ടിയായിരുന്നു ശരിക്കും. ഒരുത്തനും കൂടി അടിച്ചിട്ട് അത് ഇപ്പം ഞാൻ ട്രിപ്പിൾ കില്ലാവും. അവനെ അടിച്ചിടാന്ന് പറഞ്ഞിട്ട് ഞാൻ പായിപ്പം. കാരണം അവനെ കൊണ്ട് ചാടി അടിക്കും. കാരണം എൻ്റെ ടീമിൽ ഇനി ഒരാളും കൂടി ഉണ്ടല്ലോ. അപ്പോൾ അവൻ എന്തായാലും മറ്റവനെ കൊല്ലുന്നു വിചാരിച്ചിട്ട് ഓരോൻ്റെ എബിലിറ്റി കിട്ടി ചാടി ഇറങ്ങി. പക്ഷേ ഞാൻ ഈ സ്റ്റെപ്പുമ്മയ്ക്ക് പോയത് അവൻ അഡ്വാൻറ്റേജ് ആക്കി എടുത്തിട്ട് അവൻ നല്ല അടി അടിച്ചു. അതും ഗ്ലൂ ആയിട്ടതോ മണ്ടത്തരം കാണിച്ചിട്ട്. ഇമ്മാതിരി മണ്ടത്തരം ആരും കാണിക്കരുത്. ഒരുമാതിരി മണ്ടത്തരായി പോയി. അത് പറഞ്ഞിട്ട് ഇനി കാര്യമില്ല. അങ്ങനെ ഈ പെണ്ണെങ്കിലും കൊല്ലുന്നു വിചാരിച്ചു. ഈ പെണ്ണെ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് ചാടി ചത്തു കൊടുക്കുന്ന എനിക്ക് തോന്നുന്നു. ചാടി ചത്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 3-2 ഇപ്പോൾ കളി നീണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് കുഴപ്പമില്ല. നമ്മൾ ലീഡുണ്ട്, ഒന്ന് ലീഡുണ്ട്. അതിനോട് തന്നെ നമുക്ക് പേടിക്കേണ്ടതില്ല. അങ്ങനെ കളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ തന്നെയാണ് ലീഡ്. ആപ്പൊക്കെ വെറുതെ എടുത്ത് നോക്കുന്നുണ്ട്. എന്തൊക്കെയോ വാങ്ങുന്നുണ്ട്, എന്തൊക്കെയൊന്നും മനസ്സിലാവുന്നില്ല. എന്നാ അങ്ങനെ പാഞ്ഞുകൊണ്ട് നിൽക്കണാണ് കാണുന്നത്. ഇതെന്താ ഈ ഗേറ്റ് തുറക്കുന്നത് എത്ര പണി, ചേപ്രത്തൊടി കളി. എന്തായാലും പോണാണ് കാണുന്നത്. ഇപ്പം എന്തായാലും P90 വെച്ച് അടിച്ച് ഉറക്കണ ഒരുത്തന്നെ കന്നങ്ങാതെയൊക്കെ നിൽക്കുന്നതാ. ഒന്നും ആരും കണ്ടില്ല. ഞാൻ കുത്തി പിടിച്ചിട്ടുണ്ട്. വെച്ച് തന്നെ വേണ്ടി 50 ഉണ്ടിട്ടില്ലേ P90 70 ഉണ്ടിട്ടും. അങ്ങനെ ആ ലോക്കും തീർത്തിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. മറ്റേ ലോക്കും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 കില്ല് എടുത്തിട്ടുണ്ട്. ഇനി 2 കൂടി എടുക്കുകയാണെങ്കിൽ 4 കില്ല് അടിച്ചിട്ട് ഹെയ്സ് ആവുമായിരുന്നു. അപ്പോൾ എന്തായാലും ആ കില്ലിന് വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലാണ് ആ കാണുന്നത്. എടുത്ത് ചാടനൊക്കെ ഉണ്ട്. എന്തിനാണോ സ്കാർ 3 ചിപ്പൊക്കെ കിട്ടുന്നതോ നിലത്തുനിന്ന്. പൊളി 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 ഒരേ പൊളി. എന്തായാലും അങ്ങനെ പോണെന്നാണ് കാണുന്നത്. ആരും കാണുന്നില്ലല്ലോടെ. ഇവരൊക്കെ ഏതട്ടത്താണ് നിൽക്കുന്നത്? ഒരുത്തൻ അതൊക്കെ അതിൻ്റെ അടിത്ത് കാലിങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ അടി കൊടുത്തിട്ട് കൊള്ളുന്നില്ല. അപ്പോൾ അതാ പോകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ചാടി അടിച്ചിട്ടിട്ടുണ്ട് P90 വെച്ചിട്ട്. മറ്റവനെ ഇപ്പോൾ കൊല്ലുന്നതാണ് തോന്നുന്നത്. അത് ഓനെ അടിച്ച് ഹെയ്സ് എടുത്തിട്ടുണ്ട്. അങ്ങനെ കളി കണ്ട് അവസാനിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു കുഴപ്പമില്ലാത്ത കളിയായിരുന്നു, മാച്ചായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനത്തെ ഗെയിം പ്ലേസ് ഇനി വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ഇടുക. ഞാൻ എന്തായാലും ഇവിടെ നിർത്തനാണ്. പോയിൻ്റാ.